ഒരു നല്ല സാധനത്തിനെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. എന്താ അത് നീ അറിഞ്ഞില്ലേ? ഇല്ല, വാഴക്കുടപ്പനോട് ഒരു സാധനം ഉണ്ടാക്കണമെന്ന് എന്നോട് പറഞ്ഞത്. വാഴക്കുടപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല സാധനമാണ്. കടിപിടി വിടണ്ട, കളിക്കണേട്ടാ, ഭയങ്കര കളിയാ. അവളുടെ കഴുത്തിലത്തെ ആ ബെൽറ്റ് അഴിക്കായിരുന്നു അല്ലേ? ബെൽറ്റ് അത് പാറോ. ആ ചേട്ടൻ ഇന്ന് പേരിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് സമ്മതിക്കില്ല, ആ ബെൽറ്റ് നീളം കൂടുതലാണ്. കടിച്ചു വലിക്കണ്ട ചാർലി അവളെ കളിക്കണത്. അങ്ങനെ പോണു കേട്ടാ. അപ്പൊ നമ്മള് ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ വാഴക്കുടപ്പൻ നിങ്ങൾക്കറിയില്ല, ഏറ്റവും മികച്ച സാധനമാണ്. നമ്മുടെ വീട്ടില് വാഴക്കുടപ്പനുകളുണ്ട്, പൂവൻ വാഴ ഇത് ഉണ്ട്. അപ്പൊ കണ്ട ഞാൻ ഈ വാഴക്കുടപ്പൻ ഒരു ഹരമാണ്. ഈ വാഴക്കുടപ്പന്റെ പൂവാണ് നമുക്ക് പൊട്ടിക്കണ്ടായിരുന്നു. പൂ മാത്രം എടുക്കായിരുന്നു പറ്റില്ല. ഈ പൂവ് കൊണ്ടാണ് നമ്മള് ബസ് സാധനം ഉണ്ടാക്കാൻ പോണത്. ജഗ്ഗുന് ചിരി. ഇവരെ കളി നോക്കിയോടാ. തേൻ ചെറുപ്പകാലത്ത് ഇതിന്റെ തേൻ കുടിക്കല് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. നല്ല രസം ഇതാണ്. കളയുന്നു അത്. ഓ ഇത് പിടിച്ചാ ഇതിന്റെ ഉള്ളില് തുള്ളിന്റെ ആവാ കണ്ട. ആമ്പോ ഈ തേൻ ഇതില് ഇതാണ് തേൻ. തേൻ കറി ഉണ്ടാവും, തേങ്ങ അതിൻ്റെ ഉള്ളിലുണ്ടാവും തേൻ. ഇവിടെ എടുത്തോണ ചേട്ടാ പാറുവിന് പേരിടാം. എൻ്റെ അപ്പൊ നമ്മള് ഇവരിവിടെ കളിക്കട്ടെ. ഇവിടെ കളിക്കുന്ന കാരണം നമുക്ക് നിരത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മേല് കയറൂല്ലേ? ആ ഓട് ഓട് ഓട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വാഴക്കൊപ്പര കൊണ്ട് ഒരു ബസ് സാധനം ഉണ്ടാക്കാൻ മതി. കൊപ്പറയില്ലേ ഇത് ഇങ്ങോട്ട് ഇതിന്റെ ബാക്കിയുള്ള വടയാണോ? വാടയും കൂടിയൊന്നല്ല, സിമ്പിൾ സാധനം. ഞാര് കളയണം. അത് കളഞ്ഞാ അത് കാണിച്ചു കൊടുക്കാം. ഞാര് നീ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഇതുണ്ട്, അതൊന്ന് കളയണം കേട്ടാ. പൂവിന്റെ വിളിച്ചോണ്ടോണിയെ. പക്ഷെ നമ്മള് ഈ വാഴക്കുടപ്പന്റെ ബാക്കിയുള്ള സാധനം കൂട്ടാൻ വെക്കിട്ടാ. എനിക്ക് കയ്യിന്റെ നേക്കാം. ഞാനാക്കാം. അല്ല, ഇതൊരു 5-6 എടുക്കാൻ വേണ്ടോ? നമ്മുടെ കേരളത്ത് അരവിന്ദാക്ഷന്മാരും മരിച്ചു. നമ്മൾ അറിയാലോ, അത് പെരുവനം കുട്ടന്മാരെക്കാളും സീനിയറാണ്, വളരെ സീനിയറാണ്. നമ്മുടെ വീട് തൊട്ടടുത്ത് അരക്കുന്നീല്. അപ്പൊ ആളെ വീഡിയോ ആ ഞാൻ നീന്തൽ പഠിക്കാൻ പോകുമ്പോ ആള് കുളിക്കാൻ വരും. കുളിക്കാന് അവിടെ അരക്കുന്നി അമ്പലത്തിന്റെ അവിടെ ഇല്ല ആളെ. ചേട്ടൻ നീന്തൽ പഠിക്കാൻ പോയിട്ടുള്ളത് ഇവിടെ കാണിച്ചിട്ടുള്ള നമ്മള് തിരുത്തൂര്. ഞാൻ അത് വലിയ കുളമല്ല, ഇതിനേക്കാൾ വലിയ കുളമല്ല അത്. അത് 1-1.5 ഏക്കറുണ്ട്. എടുത്തുണ്ട്. ഇത് നാളെ പയറും ഇതിട്ടിട്ട് വെച്ചോളാം കാലത്ത് കഞ്ഞിക്ക്. അടിപൊളി സാധനമാണ്. ഇതിനിപ്പോ ഞാൻ അകത്തി പിടിച്ചോളൂ. നിങ്ങൾക്കറിയില്ല, കറ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. എന്ത് സാധനം പൊടിയാലും കറ വരും. അപ്പൊ ഞാനിത്
ഇവിടെ ഇരിക്കട്ടെ. മേത്തോട്ട് കഴിഞ്ഞ് കറയാം. അപ്പോൾ സരിതേനെ പൂവിടർത്തുന്നത് നോക്കിയേ. പാട്ട് എനിക്കത് ശരിക്കും അറിയൊന്നുമില്ല. അത് അച്ഛൻ്റെ പ്രിയപ്പെട്ട പാട്ടാണ്. രഘുസേ വെള്ളിച്ചെല്ലം വിതറി തുള്ളി തുള്ളി ഒഴുകും പറയാമോ. എന്താണ് സ്റ്റൗ എടുക്കാൻ പോവാന്ന് പറഞ്ഞ ആൾ ഇവിടെ കിടന്ന് കളിക്കുന്നു. ഇപ്പിരിട്ടാവും. ഇരുട്ടാവുമ്പോഴല്ല എനിക്ക് പകലും കണ്ണ് കാണില്ല. എനിക്ക് എന്താ മാലക്കണ്ണാണോ? ഇരുട്ടാവുമ്പോ കണ്ണാട മാറ്റാൻ പോണം. കണ്ണാട ക്ലിയർ അല്ലാണ്ടായി. ഞാൻ എൻ്റെ ഫോണിലത്തെ ഫോണില്ലേ അതൊക്കെ ഇങ്ങനെ വണ്ടനാക്കി വെച്ചേക്കാ. അല്ലാണ്ട് എനിക്ക് ഈ കണ്ണാട വെച്ചിട്ടും ക്ലിയർ ആവണില്ല. എന്തൊരു കഷ്ടമല്ലേ എൻ്റെ കാര്യം. പാവം ഞാൻ. അച്ഛൻ്റെ പാരമ്പര്യം കിട്ടിയതാ. അച്ഛനൊരു 32 വയസ്സൊക്കെ ആയപ്പോഴേക്കും അച്ഛന് വെള്ളമെഴുത്ത് വന്നു. വെള്ളമെഴുത്താണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ണാട വയ്ക്കണേ നിവർത്തിയുള്ളൂ. ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കണ്ണാശുപത്രിയിലേക്ക് ഈ ലാസ്റ്റിക് ചെയ്യാൻ പറ്റുമെന്നോ. എനിക്ക് ഈ കണ്ണാട എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ വെള്ളമെഴുത്തിന് കാര്യമില്ല. ലാസ്റ്റിക് ചെയ്താലും കണ്ണാട വയ്ക്കണമെന്ന് വായിക്കണമെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യണം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അപ്പം എൻ്റെ കണ്ണാട അതൊന്ന് മാറ്റാൻ നമ്മുടെ റോജിയുടെ അവിടേക്ക് പോകണം. കട്ടപ്പയാ ഓക്കെ ഡാർലിംഗ്, പോയിട്ട് വരൂ, വേഗം വരൂ. ഇനി ഇതിലേക്ക് സാധനങ്ങൾ വേണം. പ്ലാസ്റ്റിക് സാധനങ്ങളാ കാണുമ്പോൾ തോന്നില്ല. നമുക്ക് കൂട്ടാൻ വയ്ക്കുമ്പോൾ ഇത് അരിഞ്ഞ് ഇത് ചേരില്ലേ, അപ്പോൾ കടിക്കുമ്പോഴാണ്. അല്ല ഇതിലേക്ക് ഇനി എന്തൊട്ടൊക്കെ ഉണ്ടാക്കാം വേണ്ട സാധനങ്ങൾ വേണ്ട. ഇതരിക്കണം ഇനി. അതായത് ദൈവം ഇത് എന്തൊട്ട് സാധനമാവും. അപ്പോൾ അയ്യോ കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ചെയ്താൽ മതി. തിന്നാൻ പറ്റുമോ? നമ്മളെ നിലത്തിരുന്ന് ആക്കാൻ വിചാരിച്ചേ. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നായ്ക്കള് ഇവിടെ ഓടിനൊക്കെയല്ലേ അവരുടെ നമ്മളെ മേല് മാത്രല്ല ഇത് നാശമാക്കി. അയ്യോ സോറി. അപ്പൊ നമ്മള് ഈ വളരെയധികം സാധനങ്ങളില്ലേ ഇത് മുഴുവൻ നമ്മള് ഇങ്ങനെ സരിതതിൻ്റെ ഉള്ളിലത്തെ പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് കഴുകി എടുത്തു കേട്ടാ. കഴുകി ഇത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഒരു സിമ്പിൾ കൂട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ആർക്കും ഉണ്ടാക്കാം, എപ്പോഴും ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടാ. അതന്നെ ഇതും ഒരു ബ്ലൂ കോഫി ടേബിൾ സ്പൂൺ അല്ലേ അരിപ്പൊടി അല്ലേ വറുത്ത അരിപ്പൊടിനെ എടുത്തോണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി മതിയായിരിക്കും. അത് മതി. അധികം അല്ലാണ്ട് അധികം വേണ്ട. ഇനി മൈദയുടെ പകുതി എടുത്താൽ മതി. മൈദയില്ലേ മൈദ കുറച്ച് മതി. പിന്നെ കോൺഫ്ലവർ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ലേ? പുത്തൻ പാക്കറ്റ്. പിന്നെ പൊട്ടിയെന്നിട്ട് ചെയ്യാൻ കത്തിയണ്ടേ? കീറിയിരിക്കുന്നു. സരിത കീറി. സമയം ഉച്ചരിഞ്ഞ് 5:45 ഇരുട്ടാവും. ഒരു ടേബിൾ സ്പൂൺ അറിയാ അതിരിക്കും കേട്ടോ. അത് അധികം എടുത്തില്ല കറക്റ്റ് വടിച്ച പോലെ എടുത്തത്. നമ്മള് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. റെസിപ്പി ചേട്ടൻ അത് ഒരാളയച്ചു തന്നതാ. ഇത് ചെയ്താക്കാൻ പറഞ്ഞിട്ട് മുളക് പൊടി ഇട്ടാ. ഒരു നല്ല എരിവുള്ള മുളക് പൊടി. ഇത്തിരി ഒരു സ്വല്പം മണി വേണിട്ടാ. അതിന് പകുതി മതി. ഇനി ഉപ്പ് പിന്നെ ആവശ്യത്തിന് കേട്ടാ. എനിക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് പൊടി ഒട്ടും കൂടി ഇടാം. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. മിക്സ് ചെയ്യുന്നു. അതന്നെ കത്തിച്ചിട്ട് ചൂടാക്കാൻ വെക്കായിരുന്നു. ഇനി ഇത്തിരി വെള്ളം ഒഴിക്കുന്നു.
വെള്ളം സൂക്ഷിച്ച് ഒഴിക്കണം. കാരണം ചെറിയില്ലേ കൈ കൊണ്ടാക്കണം. ചരിത്ര കൈ ഉണ്ടോ മിക്സ് ചെയ്ത എന്തായാലും ആയിരിക്കും. അപ്പം നീ 2 ടീസ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത മുളക് പൊടി കാരണം ചേട്ടാ അടുപ്പ് ഫിക്സ് ചെയ്യൂ. നല്ല കുഴമ്പായിട്ടാ. ഇരുട്ടാവണതിന് മുമ്പ് ഇതുണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ചായയും കാപ്പിയും ഓക്കേ. എനിക്ക് എന്തൊരു ചായ തരാം. ഇഷ്ടം ഇത് എടുത്തിട്ടില്ലേ ഞാൻ മിക്സിങ് അയ്യോ നനവ് കുഴപ്പമില്ലല്ലേ. നനവ് കുറഞ്ഞാലും കുഴപ്പമില്ല ചേട്ടാ, നമുക്ക് ഒഴിക്കാലോ. കൂടിയാലാണ് യെസ്. പരിപ്പ് വടയും ചായയൊക്കെ കുടിക്കില്ല. കൈ മിക്സ് ചെയ്യുന്നില്ല. അല്ല കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ടി വരാണെങ്കിൽ നമ്മൾ ചെയ്യും. വേണ്ട 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 അതിന്റെ ആവശ്യമില്ല. ആണോ? അതുകൊണ്ട് മിക്സ് ചെയ്ത് അടിപൊളിയില്ലേ. നല്ല ഭംഗി. ഫ്രഞ്ച് ഫ്രൈസ് നാടൻ അതുപോലെ ഇരിക്കും തോന്നുന്നുണ്ട് അല്ലേ. എന്തോരം വെളിച്ചെണ്ണ ഒഴിക്കണം? അല്ല ഇത് പരന്നൊരു സാധനത്തിലായിരുന്നു ഇട്ടിട്ട് വറക്കണ്ടിരുന്ന. ഇതില് മതി. അധികം വെളിച്ചെണ്ണ ഒഴിക്കണ്ട. അപ്പൊ മതിയാ? കുറച്ചുകൂടി ഒഴിക്കുക. ഒന്നും ആവില്ലല്ലോ. മതിയാ? എന്താടാ പല്ലുന്നാവും കടിക്കുന്നത്? ജഗ്ഗുവിലെ ക്യാമറാമാൻ ഉണർന്നു. മതി. നേരത്തെ പാട്ട് പാടിയില്ല. ആ പാട്ട് പാടിയ ഏത് വെള്ളിച്ചെല്ലം വിതറി എനിക്ക് വരികൾ അറിയില്ല. അത് നീ മൊബൈൽ നോക്കി പാട്ട് പാട്. എവിടെ ചേട്ടൻ്റെ മൊബൈൽ എവിടെയാ? പാടും. കാരണം ഇതിപ്പോ കുറെ നേരമായിട്ട് ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കാണ് ഞാൻ. ഒരു സ്ഥലത്ത് ചാർലി അവിടെ കിടക്കുന്ന പുല്ലില് അവളവിടെ ക്ഷീണിച്ചു രണ്ടുപേരും. ഇടാൻ പോട്ടാ ഞാൻ ഓരോന്നോരോന്നിടല്ലേ. ആഹാ നീ മറക്കാൻ പാടില്ല. എന്റെ കണ്ണ് പോയേ. എവിടെ മരത്തി കണ്ണിലേക്ക് എത്തി കഴുകിട്ട് വരാം. ഒന്നും സംഭവിച്ചില്ലെന്നുകൊണ്ട്. അതെന്തിനാ പൊട്ടിയത്? കുഴപ്പമുണ്ടോ സരിതാ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. കണ്ണിലേക്ക് ശരിക്കും തെറിച്ചു. ഞാൻ മറ്റേ സാധനം എടുത്തിട്ട് വരാം. എത്ര ഇട്ടുണ്ട് കേട്ടാ. നമ്മുടെ ബോട്ട്സാനിലുള്ള സുനന്ദ എന്ന് പറഞ്ഞ ചേച്ചി കൊണ്ടുവന്നിട്ടുള്ളതാ. അത് നമ്മളൊരു സാധനം ഉണ്ടാക്കും പൊട്ടിത്തെറിക്കണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആള് വീഡിയോയിൽ. അപ്പൊ ആള് നാട്ടിൽ വന്നപ്പോ മേടിച്ചു കൊണ്ടുവന്നാ. ഇതിപ്പോ വെക്കാൻ പറ്റില്ലേ? വെക്കാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ സാധനം എന്ത് സാധനം വെക്കുമ്പോഴും അത് മറ്റേ ഇതിലാണെങ്കിൽ ആ മറ്റേ പരന്ന പരിപാടിയല്ല ഇതിന്. ഇത് നമുക്ക് മറ്റേ ഈ KTDS കിട്ടുന്ന പോലെ സാധനമായിരിക്കും മാറും. ഒട്ടി പിടിക്കണ്ട. ഭയങ്കര രസമായിരിക്കും സാധനം. അതെ മണം ജാതിയാ. എനിക്ക് മണമൊന്നും വരുന്നില്ലല്ലോ. എന്റെ കണ്ണിന് കുഴപ്പമില്ല. നോക്കിയേ കണ്ണിൽ ഇത് ഇവിടെ കരിഞ്ഞ കടാ നമ്മളത് ആ മൂടിയിട്ടപ്പോ ഞാൻ അത് എടുക്കാൻ മറന്നു. ശ്രദ്ധിച്ചില്ല. തീ ഉറക്കി. തീ ഭയങ്കര കൂടുതലാ. അയ്യോ അല്ല മുരിഞ്ഞു. നല്ല പോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ഇടാ നല്ലത്. ഇങ്ങനെ ഇടാം ഇട്ടടിക്കുക. അപ്പൊ എങ്ങനെ ഇട്ടാലും ഒട്ടി പിടിക്കുന്നുണ്ട് അല്ലേ. ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഒന്ന് ഇളക്ക്.
ഓരോന്നിടേണ്ട ആവശ്യം ചെയ്താങ്ങിയ ആ ഞാൻ ചേട്ടാ ഓരോന്ന് ഇടണ്ട വിചാരിച്ചു കേട്ടാ. അതൊന്നും നോക്കിയേ തിന്നട്ടേട്ടാ. ഐ നോ, അയ്യോ ചൂടുണ്ട് ചൂടുണ്ട്. ചൂടില്ലേ, എനിക്ക് ചൂടാറിട്ട് മതി. ക്രിസ്പി അല്ലേ, രസണ്ടാ? രസം വെറൈറ്റി സാധനം. പറയല്ലേ ചേട്ടന്റെ വിളി കേട്ട പോലെ സരിതാ എന്നിട്ട് വെറുതെ സ്നാക്സ്. ഇതൊരു രുചിനെ എങ്ങനെ പറയാൻ പറ്റാ? ചക്ക വറുത്തന്റെ ഒക്കെ രസം പോലെ തോന്നി എനിക്ക്. കയ്പക്കായ വറുത്തത് കയ്പില്ലല്ലോ. കയ്പുണ്ടാ? കയ്പ് ചെറുതായിട്ടില്ലേ? പാട്ട് പാടി. ആ അയ്യോ കണ്ണാട, ചേട്ടന്റെ കണ്ണാട കൊണ്ടിരുന്നോട് പോയി. ഇപ്പോഴേക്കും കണ്ണാട അവിടെ കൊണ്ടുവച്ചാ. ഞാൻ ഇപ്പൊ ചില സമയത്ത് ചേട്ടന്റെ കണ്ണാട ഉപയോഗിക്കാം. ചേട്ടന്റെ കണ്ണാട ആകുമ്പോഴേ പവർ ഭയങ്കര കൂടുതലാണ്. എനിക്ക് ഇത്രയ്ക്ക് ആവശ്യമില്ല. ഞാൻ അതിന്റെ വരികൾ എടുക്കട്ടെ കേട്ടാ. ഇന്നിപ്പോ കൊറേ നേരം ഞാൻ ഈ പാട്ടും പാടിയിട്ട് നടക്കണം. വരിയൊന്നും അറിയില്ല, എന്നാലും വെറുതെ. ആർക്കെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണോ ചേട്ടൻ ഉണ്ടാക്കിയത്? കിലുങ്ങുന്ന ചിരിയിൽ മുഴുവർണ്ണ പീലികൾ, കിലുങ്ങുന്ന ചിരിയിൽ മുഴുവർണ്ണ പീലികൾ, ചിറകുള്ള മിഴികൾ, നനയുന്ന പൂവുകൾ, മനസ്സിൻ്റെ ഓരം ഒരു മലയടിവാരം, അവിടൊരു പുതിയ പുലരിയോ അറിയാതെ മനസ്സറിയാതെ. എനിക്കിൻ്റെ ട്യൂണൊന്നും ശരിക്കും അറിയില്ല കേട്ടോ, അതന്നെ ഇടയിൽ തെറ്റണം. വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളി ഒഴുകും പൊരി നുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം, എങ്ങാണു സംഗമം. ഞാൻ ലാസ്റ്റ് പാട്ട് പാടിയത് ഏത് വീഡിയോയിലായിരുന്നു? ഒരു കണിക്കൊന്നയുടെ അയ്യപ്പ പണിക്കാരുടെ കണിക്കൊന്ന എന്ന് പറഞ്ഞ കവിത. ചേട്ടാ ഇത്രയ്ക്ക് മുരിയാൻ നിൽക്കട്ടെ, ഇത്ര മുരിയുമ്പോഴാണ് കരിഞ്ഞ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ ഒരാൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി നമ്മളെ. മുന്നേ ഞാൻ പാട്ട് പാടുന്ന വീഡിയോകളിൽ ആള് വാണിങ് തന്നിരുന്നു ഇത്രേ കമൻറ്റിലൂടെ. ഇനി ഇങ്ങനെ പാടി ബോറടിപ്പിച്ച് മനുഷ്യന്മാരെ വെറുപ്പിക്കുകയാണെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞു, പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ, അപ്പം ഞാനിത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടുണ്ട്. നീ പാട്ട് കൂടി കേൾക്കുമ്പോൾ എത്ര പേര് പോവാമോ? അനുവാദമറിയാൻ അഴകൊന്നു നുള്ളുവാൻ, അനുവാദമറിയാൻ അഴകൊന്നു നുള്ളുവാൻ, അറിയാതെ പിടയും വിരലിൻ്റെ തുമ്പുകൾ അതിലോലലോലം അതും അതിമൃദുഭാരം, അതിലൊരു പുതിയ ലഹരിയോ അറിയാമോ നിനക്കറിയാമോ? വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ
എങ്ങാണു സംഗമം എങ്ങാണു സംഗമം. എന്താണോ ഈ പാട്ട്? ചില പാട്ടുകളേ നമുക്കിങ്ങനെ വായിൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ അതിങ്ങനെ പാടി 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 നടക്കും. വായിൽ വന്ന പാട്ട് കാപ്പി ഉണ്ടാക്കിട്ട് ഓടി വരട്ടെ കാപ്പി ഉണ്ടാക്കണം. ഇനിയിപ്പോ വെള്ളം കുടിച്ചാ പോരെ. ഇതേ തുമ്പീനൊക്കെ ഭർത്താ പോയില്ലേ? തുമ്പിയാ ജഗ്ഗു എന്നിട്ട് പറഞ്ഞ ജഗ്ഗു ഒരു പോകാൻ പറഞ്ഞല്ലോ. അല്ല വേറെന്തോ പോലെ പറഞ്ഞല്ലോ. 3 കാപ്പി പെട്ടെന്നുണ്ടാക്കാന്നല്ലോ. നിനക്ക് കട്ടൻ ചായ. നിനക്ക് കോമ്പിനേഷൻ കട്ടൻ ചായ. യെസ്, കട്ടൻ ചായ ഉണ്ടാക്കിട്ട് തരാം. പറയാമോ നീ എങ്ങാണു സംഘ. നമ്മുടെ ഫസ്റ്റത്തെ കഴിഞ്ഞു കേട്ടാ. ഇത്രയുള്ള സാധനം. അതേ കട്ടൻ ചായ ഉണ്ടാക്കി നമ്മുടെ നേരം ഇറ്റ വഴി തുടങ്ങി. കട്ടൻ ചായ ഉണ്ടാക്കാൻ വൈകിട്ടില്ല കേട്ടാ, അല്ലെങ്കിൽ നേരെ 6:45 നമ്മള് എന്നാലും ഇത്ര വേഗം കഴിഞ്ഞു അല്ലേ? 6:15 അല്ല 6:06 തുടങ്ങി. എന്തൊരു ഭംഗിയ സാധനം നോക്കിയേ. ഇപ്പൊ നേരത്തെ ഒരു കയ്പ് തോന്നിയോ? അത് കൂടിയിട്ട് ഇപ്പൊ അതിന്റെ ടേസ്റ്റ് ഉണ്ട്. അച്ഛൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് കിട്ടണ്ട വിളിക്കണതാ. ചേട്ടൻ്റെ ചായ ഇതാ ഇത്തിരി കടുപ്പം കൂടുതലുള്ളത്. കഴിക്കണോട്ടോ. അതപ്പോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നല്ല രസമുണ്ട്. വെറുതെ ആ പുറത്തേക്ക് എടുത്ത് കളയില്ലേ, അതുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. മൂത്തത് നമ്മൾ എടുക്കില്ലല്ലോ, മൂത്ത ഭാഗം. അതുകൊണ്ട് വെറുതെ എങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാം, വലിയവർക്കും തിന്നാം. മറ്റേ കൂട്ടാൻ വയ്ക്കാം. സിമ്പിളൊന്നും വേണ്ടല്ലോ. ഇഞ്ചിയും സബോളയും വെളുത്തുള്ളിയും അങ്ങനെ ആക്കാനും നിൽക്കണ്ട. അതും കൂടി അരിഞ്ഞ് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്താണ് ഇത്തിരി രസം ഉണ്ടാവില്ലേ? സോസ് ആക്കി കഴിക്കുകയാണെങ്കിൽ രസം ഉണ്ടാവുന്നതാണ്. പുളി അതിന്റെ ആവശ്യമൊന്നും ചെയ്യാം. എങ്ങനെയാണെങ്കിലും കഴിക്കാം. പക്ഷെ ഈ കാപ്പി കുടിക്കണ അതിന്റെ ഒപ്പം ചായ അല്ല കട്ടൻ ചായ കട്ടൻ ചായ അല്ലേ? അതന്നെ ജഗ്ഗു പറഞ്ഞു കട്ടൻ ചായ വേണം. എന്ത് രസാ ഇതിങ്ങനെ കഴിക്കണം. ബാ ജഗ്ഗു. അപ്പൊ ചേട്ടൻ തുടക്കം പറഞ്ഞ പോലെ നല്ലൊരു സാധനത്തിനെ നശിപ്പിച്ചു. അങ്ങനെ പറഞ്ഞാണ് വീഡിയോ തുടങ്ങി തന്നെ. നാളെ യൂണിഫോം കിട്ടും സ്കൂളിൽ നിന്ന്. ഈ കാപ്പി കുടിച്ചേക്ക് കാപ്പി കുടിച്ചേക്ക് അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുക.